നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് SFIയുടെ ചരിത്രത്തിൽ രക്താക്ഷരങ്ങളാൽ എഴുതപ്പെട്ട അധ്യായമാണ് സ്വകാര്യ വിദേശ സർവകലാശാലകൾക്കെതിരെയുള്ള സമരം. ഈ സമരത്തിൻ്റെ പേരിൽ കേരളത്തിലെ ക്യാമ്പസുകൾ SFI സ്തംഭിപ്പിച്ചിട്ടുണ്ട്, തെരുവുകൾ വിറങ്ങലിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് അടി അവർ ഇതിനു വേണ്ടി കൊണ്ടിട്ടുണ്ട്, ചോര ചിന്തിയിട്ടുണ്ട്. കേരളത്തിൽ വിദേശ സ്വകാര്യ സർവകലാശാലകളുടെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ CP ശ്രീനിവാസിനെ SFI പ്രവർത്തകർ തലക്കടിച്ച് വീഴ്ത്തിയത് വിദ്യാഭ്യാസം വാണിജ്യവൽക്കരിക്കുന്നതിനെതിരെയുള്ള ധീരോദാത്ത സമരത്തിലെ സുവർണ മുഹൂർത്തമായിട്ടാണ് വാഴ്ത്തപ്പെടുന്നത്. അതിൻ്റെ ഫലമായി സ്വകാര്യ വിദേശ സർവകലാശാലകൾ എന്ന ആശയവുമായി വന്ന മുൻകാലങ്ങളിലെ UDF സർക്കാരുകൾ അത് ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടി. അത് ഒരു ദശകം മുമ്പുള്ള കഥ. ഇപ്പോൾ കേരളത്തിലെ ഇടത് ഗവൺമെൻറ് സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകുമ്പോൾ ചരിത്രം ഞെട്ടിവിറയ്ക്കുന്നു. 10 വർഷം മുമ്പ് സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സമരം നയിച്ചവരാണ് ഈ ഗവൺമെൻറ്റിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഈ ബില്ലുമായി നിയമസഭയിൽ വരിക വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തിനെതിരെ നടത്തിയ സമരങ്ങൾക്ക് താത്വിക ഭാഷ്യം ചമച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ R. ബിന്ദുവാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വാണിജ്യവൽക്കരണത്തിനെതിരെ അന്നത്തെ സമരത്തിന് നേതൃത്വം നൽകിയ വീരേതിഹാസങ്ങൾ, ഇന്നലെയുടെ SFI നക്ഷത്രങ്ങളായ സഖാക്കൾ P. രാജീവ്, MP. രാജേഷ്, P. ബാലഗോപാലൻ എന്നിവ തുടങ്ങിയവരുള്ള മന്ത്രിസഭയാണ് സ്വകാര്യ സർവകലാശാല കരട് ബില്ലിന് അനുമതി നൽകിയത്. ആ സമരങ്ങളുടെ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ നിരവധി പേർ ഈ മന്ത്രിസഭയിലുണ്ട്. തങ്ങൾ കേവലം 10 വർഷം മുമ്പ് ഉയർത്തിപ്പിടിച്ചു പോരാടിയ നിലപാടിനോട് തീർത്തും വൈരുദ്ധ്യമാർന്ന ഈ നിലപാടിലേക്ക് തല കീഴായി നിൽക്കുമ്പോൾ എന്തായിരുന്നിരിക്കണം അവരുടെ മനസ്സിൽ? മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷേ അതിനും ഒരു നല്ല ന്യായം കണ്ടെത്തേണ്ടതല്ലേ? സ്വകാര്യവൽക്കരണം രാജ്യത്തെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വകാര്യ വിദേശ സർവകലാശാലകൾ ഒരു അത്ഭുതമല്ല എന്ന് പറയാം. ഓട്ടോണമസ് കോളേജുകൾ അടക്കം സ്വകാര്യ നിക്ഷേപം സുലഭമായി ഈ മേഖലയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയുമാണ്. ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന ഒരു മേഖലയാണിത്. ഗവൺമെൻറ്റിന് ഈ മേഖലയിൽ പണം ഇറക്കാനുള്ള ത്രാണി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കോഴ്സുകളും ഗവേഷണ സൗകര്യങ്ങളും ആവിഷ്കരിക്കാൻ പൊതുമേഖല അശക്തമായി വരികയാണ്. ഈ സാഹചര്യത്തിൽ സമൂഹത്തിന് ആധുനികവും കാലാനുസൃതവും ആയ വിദ്യാഭ്യാസ സൗകര്യം ലഭ്യമാക്കുക എന്ന ബാധ്യതയിൽ നിന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പിന്മാറ്റമായി സ്വകാര്യ സർവകലാശാലകളെ കൃത്യമായി പറഞ്ഞാൽ ഇടതുപക്ഷം, ഗവൺമെൻറ് മാത്രമല്ല CPM കൃത്യമായി പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാവുന്നത് എന്ന് പറയാം. വൈകിപ്പോയി എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു അടക്കമുള്ളവരുടെ നിലപാട്. കാലത്തിനൊത്ത് നാം മാറിയില്ലെങ്കിൽ പിന്തള്ളപ്പെടും എന്നാണ് അവർ പറഞ്ഞത്. നിർദ്ദിഷ്ട സ്വകാര്യ സർവകലാശാലകളിൽ കേരളീയ വിദ്യാർത്ഥികൾക്ക് 40% സീറ്റുകൾ മാറ്റിവെക്കുകയും പട്ടികജാതി വർഗക്കാർക്ക് ഫീസ് ഇളവ് അനുവദിക്കുകയും ചെയ്യുന്ന സ്വകാര്യ സർവകലാശാലകളുടെ ഫീസ് നിർണയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടില്ല എന്നതാണ് ഈ ബില്ലിലെ പ്രധാന വ്യവസ്ഥ. നിയമനങ്ങളിൽ UGC ചട്ടം പാലിക്കണമെന്നും ഉണ്ട്. ഒന്നിലധികം ക്യാമ്പസുകൾ ഉള്ള സർവകലാശാലകൾ തുടങ്ങാൻ 10 ഏക്കർ ഭൂമി വേണമെന്നതാണ് മറ്റൊരു വ്യവസ്ഥ. ഇത്തരം സർവകലാശാലകളുടെ ഗവേണിംഗ് കൗൺസിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും മറ്റൊരു സെക്രട്ടറിയും ഉണ്ടായിരിക്കും. ബില്ലിൽ ആദ്യം വിഭാവനം ചെയ്തത് വൈസ് ചാൻസലർ അടക്കമുള്ളവരുടെ നിയമന നിയന്ത്രണ അധികാരങ്ങളോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ വിസിറ്റർ എന്ന പദവിയിൽ നിയമിക്കാനായിരുന്നു അത്രേ. അങ്ങനെ വരുമ്പോൾ സർവകലാശാലകളുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം വരും എന്ന അഭിപ്രായം വന്നതിനാൽ അതങ്ങ് ഒഴിവാക്കി. ചുരുക്കത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ വിപണി വിശാലമായി അങ്ങനെ തുറന്നിടുകയാണ് സംസ്ഥാന സർക്കാർ. അതെ, ഇടതുമുന്നണി സർക്കാർ. 25 കോടി രൂപയുടെ എൻഡോമെന്റ് ഫണ്ട് കെട്ടിവെച്ചാൽ ആർക്കും യൂണിവേഴ്സിറ്റി തുടങ്ങാം.
കേരളത്തിൽ സഭകളും NSSും SNDPയും MESും എല്ലാം വലിയ വിദ്യാഭ്യാസ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരാണ്. ഇതേവരെ ഈ മേഖലയിൽ നിലനിന്നിരുന്ന സാമൂഹിക നിയന്ത്രണം മൂലം പ്രവേശനത്തിലും പരീക്ഷയിലും മറ്റും നിയമങ്ങളും മര്യാദകളും കർശനമായി പാലിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമന്മാർ കൂടി ഈ മേഖലയിലേക്ക് വരുന്നതോടെ വിദ്യാഭ്യാസത്തിൻ്റെ വാണിജ്യവൽക്കരണം പൂർത്തിയാകും. സമരങ്ങളും പ്രതിഷേധങ്ങളുമില്ലാത്ത സ്വച്ഛ സുന്ദരമായ ഒരു യൂണിഫോംഡ് വിദ്യാഭ്യാസ സമ്പ്രദായം അതോടെ രൂപപ്പെടും. അങ്ങനെ സംസ്ഥാനത്തെ സർക്കാർ കോളേജുകൾ മാത്രമുള്ള ഒരു നാമമാത്ര സംവിധാനമായി സംസ്ഥാനത്തെ പൊതു സർവകലാശാലകൾ മാറും. കാരണം നേരത്തെ പറഞ്ഞ വ്യവസായ സാമ്രാജ്യങ്ങൾ നടത്തുന്ന മത സാമുദായിക സംഘടനകൾ സർക്കാരിൽ നുകത്തിൽ നിന്നും രക്ഷപ്പെടാൻ പഴുത് പാർത്തിരിക്കുകയാണ്. സർവകലാശാലകൾ സ്വന്തമായി തുടങ്ങാൻ അവർക്കൊരു സുവർണ അവസരമാണിത്. പിന്നെ വിദ്യാഭ്യാസ കോർപ്പറേറ്റുകളുടെ കടന്നുവരവ്. വിദ്യാഭ്യാസത്തിൻ്റെ വാണിജ്യവൽക്കരണവും വർഗീയവൽക്കരണവും ഇടതുപക്ഷം എന്നും എതിർത്തു പോന്നിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടപ്പാക്കാനുള്ള ഒരു മാർഗമായി ഈ സ്വകാര്യ സർവകലാശാലകൾ മാറും. കാലത്തിനൊപ്പം ഒരുപാട് മുമ്പോട്ട് പോയ കേരളത്തിന് വിദ്യാഭ്യാസ രംഗം ഒരുപാട് സ്വകാര്യ സർവകലാശാലകളിലൂടെ ഒരുപാട് അടി പിന്നോട്ട് പോവുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളത് ചരിത്രത്തിലെ വിരോധാഭാസമാകാം. സംശയം ഇതാണ്, SFI ഇനി എന്തു ചെയ്യും? സ്വകാര്യ സർവകലാശാലകൾ രാഷ്ട്രീയം അനുവദിക്കില്ലല്ലോ. അപ്പോൾ പടപ്പാട്ടുകൾക്ക് ഇനി പഴയ ഈണം കിട്ടുമോ? അതാണൊരു ചോദ്യം. വീണ്ടും വേറൊരു വിഷയവുമായി കാണാം. നന്ദി.